ഹായ് വെൽക്കം ബാക്ക് ടു ഏഗൻ ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീരാജ്. സോ ഞാൻ തോന്നിട്ടുള്ള എന്താണ് നമ്മുടെ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ നിങ്ങൾ എല്ലാവരും ഒരേപോലെ ചോദിച്ച ചാപ്റ്റർ ആണ്. മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ അകത്തുള്ള ഇമ്പോർട്ടന്റ് NCERT ക്വസ്റ്റ്യൻസ് വേണമെന്നല്ലേ. സോ ആ ഒരു ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ അകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള NCERT ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യത്തെ ചോദ്യമാണ് ദ സീലിംഗ് ഓഫ് എ ലോങ് ഹോൾ ഈസ് 25 meter high. What is the maximum horizontal distance that a ball thrown with a speed of 40 meter per second can go without hitting the ceiling of the wall? So നമുക്ക് എന്താണ്, ഒരു ലോങ് ഹോൾ ഉണ്ട്. ആ ലോങ് ഹോളിന്റെ വെർട്ടിക്കൽ ഹൈറ്റ് എത്രയാണ്? 25 മീറ്റർ ആണ്. സോ നമുക്കറിയാം 25 മീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിൽ സോ അത്രയും ഹൈറ്റ് വരെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പ്രൊജക്ടൈലിന്റെ മാക്സിമം ഹൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ക്ലിയർ അല്ലേ? എത്ര വെലോസിറ്റിയിലെ പ്രൊജക്ട് ചെയ്യണം? 40 മീറ്റർ പെർ സെക്കൻഡിൽ അതിനെ പ്രൊജക്ട് ചെയ്യണം. ക്ലിയർ അല്ലേ? സോ നമ്മൾ കാണാൻ പറഞ്ഞ എന്താ, ആണ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് കാണാൻ പറഞ്ഞത് അല്ലെ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്താണ്? u സ്ക്വയർ സൈൻ 2θ ബൈ g ആണ് അല്ലെ. ഇതിൽ നമുക്ക് എന്തൊക്കെ അറിയാം? യെസ്, u അറിയാം, g അറിയാം, പക്ഷെ ആരെ അറിയില്ല? θ അറിയില്ല അല്ലെ. θ അറിയാൻ വേണ്ടിയാണ് നമുക്ക് അവിടെ എന്ത് ഇൻഫോർമേഷൻ തന്നിട്ടുള്ളത്? നമ്മുടെ ഹൈറ്റ് എന്ന് അല്ലെ. സോ നമ്മുടെ മാക്സിമം ഹൈറ്റ് എന്താക്കിയിട്ട് എടുക്കാം? നമുക്ക് 25 മീറ്റർ ആക്കിയിട്ട് എടുക്കാം. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ എന്താ? u സ്ക്വയർ സൈൻ സ്ക്വയർ θ ബൈ 2g ആണ്. u സ്ക്വയർ സൈൻ സ്ക്വയർ θ ബൈ 2g ആണ്. ഇതുവഴി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? θ കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ സൈൻ സ്ക്വയർ θ ഈസ് നമുക്ക് എന്ത് പറയണം? ഇവിടെ ഉള്ള ബൈ 2g ഇവിടേക്ക് എന്ത് വന്നായിട്ട് മാറും? ഇൻറ്റു 2g ആയിട്ട് മാറും. ഇൻറ്റു u സ്ക്വയർ താഴേക്ക് പോകുന്നതായിട്ട് മാറും. ബൈ u സ്ക്വയർ ആയിട്ട് മാറും. എന്ന് വെച്ചാൽ 2g ഇൻറ്റു h ബൈ u സ്ക്വയർ എന്ന് കിട്ടും. 2g ഇൻറ്റു h ബൈ u സ്ക്വയർ എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? നേരെ നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എന്തൊക്കെയാ വരിക നോക്കിയേ. യെസ്, എന്ന് വരും സൈൻ സ്ക്വയർ θ ഈസ് ഈക്വൽ ടു അല്ലെ 2 ഇൻറ്റു 9.8 ഇൻറ്റു h എത്രയാ? 25 ആണ്. ബൈ u സ്ക്വയർ എത്രയാ? u എത്രയാ? 40 അല്ലേ. സോ u സ്ക്വയർ എന്താണ്? 1600 വരും. ക്ലിയർ അല്ലേ? ഇതായിരിക്കും നമ്മുടെ എന്ത് വരിക? സൈൻ സ്ക്വയർ θ വരിക അല്ലെ. ആ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കുക. ഇത് സൈൻ സ്ക്വയർ θ ആണെങ്കിൽ സൈൻ θ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റൂട്ട് ഓഫ് ഈ വാല്യൂ എടുക്കുക. 2 ഇൻറ്റു 9.8 ഇൻറ്റു 25 ബൈ 1600. ക്ലിയർ അല്ലേ? ഈ സൈൻ θ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? θ എന്ന് പറഞ്ഞാൽ എന്താ വരിക? സൈൻ ഇൻവേഴ്സ് എന്ത് വരും? റൂട്ട് ഓഫ് 25 ഇൻറ്റു 25 അല്ല 2 ഇൻറ്റു 9.8 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 1600. ക്ലിയർ അല്ലേ? സോ ആ ഒരു വാല്യൂ കണ്ടുപിടിക്കുക. അതിന്റെ സൈൻ ഇൻവേഴ്സ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടുന്ന അറിയോ? തീറ്റയുടെ വാല്യൂ ഏകദേശം 33.6 ഡിഗ്രി കിട്ടും. 33.6 ഡിഗ്രി കിട്ടും. ക്ലിയർ അല്ലേ? സോ ആ ഒരു h എന്ന് പറഞ്ഞ ഇൻഫോർമേഷൻ വഴി നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? തീറ്റ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നേരെ നമ്മളുടെ ആറിന്റെ ഇക്വേഷനിൽ കൊടുക്കുക. ആറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? u സ്ക്വയർ സൈൻ 2θ ബൈ g ആണ്. നേരെ ഇട്ട് കൊടുക്കുക. നമുക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. u സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാ? 40യുടെ സ്ക്വയർ ആണ്. ഇൻറ്റു സൈൻ ഇൻറ്റു എന്ത് വരും? 2θ അല്ലേ. സോ 2 ഇൻറ്റു 33 എത്രയായിരുന്നു? 6 ആയിരുന്നു. ഡിവൈഡഡ് ബൈ എന്ത് വരും? അവിടെ g ആണല്ലേ. സോ എന്ത് വരും? ബൈ എന്ത് വരുടാ? യെസ്, 9.8 വരും. ക്ലിയർ അല്ലേ? സോ ഈ ഒരു വാല്യൂ നിങ്ങൾക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത്, ഈ ഒരു കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ആറിന്റെ വാല്യൂ ഏകദേശം 150.5 മീറ്റർ എന്ന് കിട്ടും. 150.5 മീറ്റർ എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? സോ ഇത്തരം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. കാൽക്കുലേറ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ കാൽക്കുലേഷൻ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം? ആൻസറിലേക്ക് എത്താം. ക്ലിയർ അല്ലേ? സോ ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? ഇത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാം? അപ്രോച്ച് ചെയ്യാം. ഓക്കെ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എ ക്രിക്കറ്റർ ക്യാൻ ത്രോ എ ബോൾ ടു എ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഓഫ് 100 മീറ്റർ ആണല്ലേ. സോ അയാൾക്ക് എറിയാൻ കഴിയുന്ന മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 100 മീറ്റർ ആണ്. ഹൗ മച്ച് ഹൈ എബവ് ദ ഗ്രൗണ്ട് ക്യാൻ ദ ക്രിക്കറ്റർ ക്യാൻ ത്രോ ദ സെയിം ബോൾ ആണ്. ഇതേ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അതേ ബോള് എത്ര ഹൈറ്റ് വരെ എന്ത് ചെയ്യാം? എറിയാമെന്ന് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, നമ്മുടെ റേഞ്ച് നമുക്ക് പോവാം. റേഞ്ചിന്റെ ഇക്വേഷൻ എന്താ? u സ്ക്വയർ സൈൻ 2θ ബൈ g ആണല്ലേ. അവിടെ മാക്സിമം റേഞ്ച് കിട്ടണമെങ്കിൽ അല്ലെ, അവിടെ മാക്സിമം റേഞ്ച് കിട്ടണമെങ്കിൽ അല്ലെ, മാക്സിമം റേഞ്ച് കിട്ടണം എന്താ കണ്ടീഷൻ? എന്താ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്തായിരിക്കണം? ആംഗിൾ എന്തായിരിക്കണം അല്ലെ? ഫോർ മാക്സിമം റേഞ്ച് θ ഷുഡ് ബി എന്തായിരിക്കണം? 45 ഡിഗ്രി ആയിരിക്കണം. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ r max ഈസ് ഈക്വൽ ടു എന്ത് പറയാടാ? u സ്ക്വയർ
sin 2θ അല്ലേ? സോ 2 into 45 എത്രയാ? യെസ് 90 വരും. sin 90 by എന്ത് വരാം? g വരാം. ക്ലിയർ അല്ലേ? sin 90 എത്രയാ? 1 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ r max is equal നമുക്ക് എന്ത് വരും? u square by g എന്ന് വരും. u square by g. ക്ലിയർ ക്ലിയർ? ഒരു സംശയമില്ലല്ലോ, ഒരു സംശയമില്ല. നമുക്കറിയാം അവിടെ ആ എറിയാൻ പറ്റിയ മാക്സിമം റേഞ്ച് എത്രയായിരുന്നു? 100 മീറ്റർ ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? യെസ് ചെയ്യാൻ പോവാണ്. r max 100 ആണ്. അങ്ങനെയാണെങ്കിൽ 100 ഈസ് നമുക്ക് എന്ത് പറയാം? u square by എന്ത് പറയാം? g എന്ന് പറയാം. u square by g എന്ന് പറയാം. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. യു സ്ക്വയർ ബൈ ജി എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ നമുക്ക് ആരെ അറിയില്ല? യു സ്ക്വയർ അറിയില്ല. ആരെ അറിയില്ല? യു സ്ക്വയർ അറിയില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? യു സ്ക്വയർ കണ്ടുപിടിക്കണം. അതിന് ഞാൻ എന്താ ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ എടുക്കാൻ പോവാണ്. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? ഇവിടെ നമ്മുടെ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും നിങ്ങൾക്ക് അറിയാമല്ലേ? അറ്റ് ടോപ്പ് അല്ലേ? നമുക്കറിയാം മാക്സിമം ആയിട്ട് എന്താ അവിടെ നമ്മുടെ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. സോ അവിടെ v 0 ആണ്. 0 സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ അങ്ങനെ എടുക്കാം. കാരണം യു നെ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? പ്ലസ് 2 into a എന്തായിട്ട് മാറി? മൈനസ് ജി ആയിട്ട് മാറി. എസ് എന്താണ്? എച്ച് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 0 ഈസ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2gh പറയാം. അങ്ങനെയാണെങ്കിൽ 2gh നെയാണ് നമ്മൾ എന്ത് വിളിക്കുക? യു സ്ക്വയർ എന്ന് വിളിക്കുക. എവിടെ യു സ്ക്വയർ ഉണ്ടോ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? 2gh നമുക്ക് അവിടെ യൂസ് ചെയ്യാം. നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? r max ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ ജി ആണല്ലേ? r max ഈസ് ഈക്വൽ എന്തായിരുന്നു? r max ഈസ് ഈക്വൽ എന്തായിരുന്നു? യു സ്ക്വയർ ബൈ ജി ആണ്. r max എത്രയാണ്? 100 ആണ്. യു സ്ക്വയർ ബൈ ജി നമുക്ക് എന്ത് വിളിക്കാം? 2gh എന്ന് വിളിക്കാം. ക്ലിയർ അല്ലേ? ഇവിടെ നോക്കിയേ, ഇവിടെ ആരുണ്ടാ? ബൈ ജി കൂടെ അല്ലേ? യു സ്ക്വയർ 2gh ആണ്. ബൈ അവിടെ ഉണ്ട്, ജി ഉണ്ട്. സോ ജി ജി ക്യാൻസൽ ആയി. ബാക്കി ഇവിടെ നിന്നു 100 ഈസ് ഈക്വൽ ടു 2h ആണ്. അങ്ങനെയാണ് h ഈസ് ഈക്വൽ എന്ത് പറയാം? 100/2 എന്ന് വെച്ചാൽ എത്രയാ? 50 മീറ്റർ ആണ്. എത്രയാണ്? 50 മീറ്റർ ആണ്. ക്ലിയർ അല്ലേ? ഒരു സംശയമില്ലല്ലോ, ഒരു തരി സംശയം പോലില്ലല്ലോ. സോ ഇത്രയും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? അപ്രോച്ച് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ക്ലിയർ? സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ മൂവ് ചെയ്യാൻ പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണത്. എ സ്റ്റോൺ ടൈഡ് ടു ദ എൻഡ് ഓഫ് എ സ്ട്രിങ് 80 സെന്റിമീറ്റർ ആണല്ലേ? സോ നമുക്ക് എന്തുണ്ട്? ആ ഒരു സ്ട്രിങ്ങിന്റെ ലെങ്ത് തന്നിട്ട് 80 സെന്റിമീറ്റർ ആണ്. വേൾഡ് ഇൻ എ സർക്കുലർ ഹൊറിസോണ്ടൽ ഹൊറിസോണ്ടൽ സർക്കിൾ വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദ stone makes 14 revolution in 25 seconds. What is the magnitude and direction of acceleration? ചോദിച്ചാലേ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. നമുക്ക് എന്തോ തന്നിട്ട്? യെസ്, ഇതിന്റെ റേഡിയസ് ഉണ്ടല്ലേ? നമ്മൾ ആ സർക്കുലർ പാത്ത് ലൈനെ കറക്കുന്ന സമയത്ത് ആ ഒരു സ്ട്രിങ്ങിന്റെ ലെങ്ത് ആയിരിക്കും എന്തായിട്ട് ആക്ട് ചെയ്യുക? അവിടെ റേഡിയസ് ആയിട്ട് ആക്ട് ചെയ്യുക. അത് എത്രയാണ്? 80 സെന്റിമീറ്റർ ആണ്. എന്ന് വെച്ചാൽ 0.8 മീറ്റർ ആണ് അർത്ഥം. ഒരു കൺഫ്യൂഷൻ അല്ലല്ലോ. ഇനി എന്തുണ്ട്? നമ്പർ ഓഫ് റെവല്യൂഷൻ എത്രയാ? 14 റെവല്യൂഷൻ ആണ് അല്ലെ? എത്ര ടൈം കൊണ്ടാ? 25 സെക്കൻഡ് കൊണ്ട്. എത്രയാണ്? 25 സെക്കൻഡ് കൊണ്ട് 14 റെവല്യൂഷൻ കംപ്ലീറ്റ് എന്ന് പറയാം അല്ലെ? നമ്മൾ കണ്ടുപിടിക്കണം എന്താ? യെസ്, ആക്സിലറേഷൻ അല്ലേ? ആക്സിലറേഷൻ ഇക്വേഷൻ എന്താ? r omega square. അതിന് നമുക്ക് ആരെ കണ്ടുപിടിക്കണം? ഒമേഗ കണ്ടുപിടിക്കണം. ഒമേഗന്റെ ഇക്വേഷൻ എന്താ സാറേ? 2π ന്യൂ ആണ്. ന്യൂ കണ്ടുപിടിക്കുന്നത് ന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീക്വൻസിയാ. ന്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് റെവല്യൂഷൻ ബൈ ടൈം ആണ്. എത്ര നമ്പർ ഓഫ് റെവല്യൂഷൻ ആണ്? 14 ആണ്. എത്ര ടൈം കൊണ്ടാണ്? 25 സെക്കൻഡ് കൊണ്ടാണ്. സോ 14/25. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നേരെ നമുക്ക് ഒമേഗ കണ്ടുപിടിക്കാം. ഒമേഗന്റെ ഇക്വേഷൻ എന്താ? 2π ന്യൂ ആണ്. സോ 2 into π എന്ന് പറഞ്ഞാൽ എത്രയാ? 22/7 ആണ്. ന്യൂ എത്രയാ? 14/25 ആണ്. നമുക്ക് 7ഉം 14ഉം ക്യാൻസൽ ചെയ്യാം. 2 ടൈംസ് ആണ്. സോ എന്ത് വരും? യെസ്, 2 into 22 44 ആണ്. 44 into 2 എത്രയാ വരിക? 88 ആണ്. ബൈ 25 വരും. ക്ലിയർ അല്ലേ? സോ ഇത്രയും റേഡിയൻ പെർ സെക്കൻഡ് ആയിരിക്കും എന്ത് വരും? നമ്മുടെ അതിന്റെ ഒമേഗ വരുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ? നമുക്ക് നേരെ എന്ത് ചെയ്താൽ മതി? നേരെ നമുക്ക് എന്ത് ചെയ്യാം? ആക്സിലറേഷനിലേക്ക് പോവാം. ആക്സിലറേഷന്റെ ഇക്വേഷൻ എന്താ? r omega സ്ക്വയർ ആണ് അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? r എന്ന് പറഞ്ഞാൽ എത്രയാ? 0.8 മീറ്റർ ആണ്. ഇൻറ്റു ഒമേഗ സ്ക്വയർ അല്ലേ? ഒമേഗ എത്രയാ? 88/25 ആണ്. അതിന്റെ എന്ത് എടുക്കണം? നമ്മള് സ്ക്വയർ എടുക്കണം. ക്ലിയർ അല്ലേ? സോ ഇത് നമുക്ക് എന്ത് കിട്ടും? നമ്മളെ ആൻസർ കിട്ടും. ഇതിന്റെ വാല്യൂകൾ ചെയ്ത് നോക്കുക. ഏകദേശം വാല്യൂ 9.91 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. 9.91 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നമുക്ക് ആൻസർ കിട്ടും. ഇനി നമ്മൾ അടുത്ത് ചോദിച്ചത് എന്താ? യെസ്, വാട്ട് ഈസ് ദ ഡയറക്ഷൻ എന്ന് കൂടെ ചോദിച്ചിട്ടുണ്ടല്ലേ? സോ ഡയറക്ഷൻ എങ്ങോട്ടാ ഉണ്ടാവുക? ടുവേർഡ്സ് ദ സെന്റർ ആണല്ലേ? ടുവേർഡ്സ് എങ്ങോട്ടേക്കാ? ഡയറക്ഷൻ ഈസ് ടുവേർഡ്സ് ദ സെന്റർ അല്ലേ? സെന്റർ ഓഫ് ദി എന്ത് പാത്താടാ? സർക്കുലർ പാത്ത്. ക്ലിയർ അല്ലേ? സോ ഇത് മറന്നുകൊണ്ട ഡയറക്ഷൻ ഈസ് ടുവേർഡ്സ് എങ്ങോട്ടാണ്? സെന്റർ ഓഫ് ദി സർക്കുലർ പാത്ത് ആണ്.
യെസ്, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. an aircraft executes a horizontal loop of radius 1 kilometer with a steady speed of 900 km/h. Compare its centripetal acceleration with the acceleration due to gravity. അല്ലെ, നമുക്ക് എന്ത് ചെയ്യണം? സെൻട്രിപെറ്റൽ ആക്സിലറേഷനും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെയും റേഷ്യോ എടുത്തിട്ട് അതിന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കണം. ക്ലിയർ? സോ എന്ത് ചെയ്യാം? തന്ന കാര്യങ്ങൾ എടുത്ത് എഴുതി വെക്കാം. നമ്മളെ റേഡിയസ് എത്രയാ? 1 കിലോമീറ്റർ എന്ന് വെച്ചാൽ എത്രയാണ്? 1000 മീറ്റർ ആണ്. അടുത്ത നമ്മളെ സ്പീഡ് എത്രയാണ്? 900 km/h ആണ്. നമുക്ക് എന്തിലാക്കണം? മീറ്റർ പെർ സെക്കൻഡിലാക്കണം. സോ 5/8 നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. സോ നമുക്ക് എന്ത് ചെയ്യാം? 9ഉം 8ഉം കട്ട് ചെയ്യാം. സോ എന്ത് വരും? 100 × 5/2 എന്ന് വെച്ചാൽ എത്രയാ? 250 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ക്ലിയർ? നമുക്ക് കണ്ടുപിടിക്കണം എന്താ? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ അല്ലേ? സോ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഇക്വേഷൻ എന്താ? v²/r ആണ്. v എന്ന് പറഞ്ഞാൽ 250 ആണ്. സോ v² എന്താണ്? 250 × 250/r എത്രയാ? 1000 ആണ്. യെസ്, സീറോസ് നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. 25 × 25 എത്രയാ? 625 ആണ്. ബൈ താഴെ 2 10 ഉണ്ട് അല്ലേ? സോ നമുക്ക് എന്ത് വരും? 62.5 എന്ത് വരും? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വരും അല്ലേ? നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ വാല്യൂ എത്രയാ? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. നമുക്ക് എന്ത് ചെയ്യണം? ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യാൻ എന്താണ്? നമ്മൾ റേഷ്യോ എടുക്കുക. AC ബൈ അല്ലെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ബൈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്ര വരും? നമ്മൾ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എത്രയാ? 62.5 ആണ്. സോ 62.5/g എത്രയാ? 9.8 ആണ് അല്ലേ? സോ നമുക്ക് എത്ര വാല്യൂ എന്നറിയോ? 6.38 വരും. സോ എത്ര വരിക? 6.38 വരും. കാരണം എന്തുണ്ടാവില്ല? അതിന് യൂണിറ്റ് ഉണ്ടാവില്ല. കാരണം മുകളിലും താഴെ എന്താ? ആക്സിലറേഷൻ തന്നെയാണല്ലേ? സോ നമുക്ക് എന്തുണ്ടാവില്ല? അതിന് എന്തുണ്ടാവില്ല? യൂണിറ്റ് ഉണ്ടാവില്ല. യൂണിറ്റ് ലെസ് ആയിരിക്കും. ക്ലിയർ? ഇത് ക്ലിയർ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അടുത്ത നമ്മളെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ. യെസ്, ദ പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ r ഈസ് ഈക്വൽ ടു, ഞാൻ ഒന്നുകൂടി താഴെ എടുത്ത് തരാം. r ഈസ് ഈക്വൽ ടു ആ ഡെസിമൽ പോയിന്റ് ഒക്കെ മാറ്റി വൃത്തിക്ക് എഴുതാൻ നോക്കിയോ. r ഈസ് ഈക്വൽ ടു 3ti ക്യാപ് മൈനസ് 2t² j ക്യാപ് പ്ലസ് 4k ക്യാപ്. ഇത്രയും മീറ്റർ ആണ് നമ്മൾ അതിന്റെ എന്ത് പൊസിഷൻ തന്നിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഒരു കുഴപ്പമില്ലല്ലോ. യെസ്, ഓക്കെ എന്തൊക്കെ തന്നിട്ടുണ്ട്? നമ്മൾ കണ്ടുപിടിക്കാൻ എന്താ? ഫൈൻഡ് ദ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദി പാർട്ടിക്കിൾ അല്ലേ? നമുക്ക് എന്താ കണ്ടുപിടിക്കണം? വെലോസിറ്റി കണ്ടുപിടിക്കണം, ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. നമുക്ക് എന്തുണ്ട്? അതിന്റെ യെസ് പൊസിഷന്റെ റിലേഷൻ ഉണ്ട് അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? വെലോസിറ്റി ആദ്യം കണ്ടുപിടിക്കാം. എന്ന് വെച്ചാൽ എന്താ? ഒന്നുമില്ല, നമ്മൾ പൊസിഷൻ എന്ത് ചെയ്താൽ മതി? ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. dr/dt ആണല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? d/dt ഓഫ് r എന്ന് പറഞ്ഞാൽ ആരാ? യെസ്, 3ti ക്യാപ് മൈനസ് 2t² j ക്യാപ് പ്ലസ് 4k ക്യാപ്. ക്ലിയർ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഓരോരുത്തർ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. 3ti ക്യാപ് ആണല്ലേ? സോ എന്ത് വരും? 3 കോൺസ്റ്റന്റ് ആണ് പുറത്തേക്ക് എടുക്കാം. ബാക്കി എന്ത് വരും? അവിടെ dt/dt എന്ന് വെച്ചാൽ എത്രയാ? 1 ആണ്. സോ അവിടെ dt/dt പോയി. ബാക്കി അവിടെ 3 ഉള്ളൂ. സോ 3i ക്യാപ് മൈനസ് 2t² ആണല്ലേ? സോ എന്ത് വരും? 2 കോമൺ ആണ്. 2 കോൺസ്റ്റന്റ് ആണ്. 2 നമുക്ക് പുറത്തെടുക്കുന്നു. ബാക്കി എന്ത് വരും? d/dt ഓഫ് t² ആണല്ലേ? t² ഡിഫറൻസിയേഷൻ എന്താ? 2t ആണ്. സോ എന്ത് വരും? 2 × 2t എന്ന് വെച്ചാൽ എത്രയാ? 4t ആണ് സാറേ. സോ 4t j ക്യാപ് വരും പ്ലസ് അപ്പത്തെ ഏതെങ്കിലും ടീന്റെ ടേം ഉണ്ടോ? ഒന്നുമില്ല. കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളൂ. കോൺസ്റ്റന്റുകൾക്ക് മാത്രം ഡിഫറൻസിയേഷൻ ഇല്ല. സോ എന്തായി? ആ ടേം നമുക്ക് പോക്കാം. സോ ആ ടേം നമ്മൾ ഇനി നോക്കേണ്ട ആവശ്യം ഇല്ല. ആ ടേം നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഇനി നമ്മൾ നോക്കുന്നില്ല. ക്ലിയർ അല്ലേ? ഒരു സംശയമില്ലല്ലോ. സോ നമുക്ക് എന്ത് കിട്ടി? വെലോസിറ്റിയുടെ യെസ് നമുക്ക് എക്സ്പ്രഷൻ കിട്ടി. 3i ക്യാപ് മൈനസ് 4t j ക്യാപ്. ക്ലിയർ? ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം? ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ആക്സിലറേഷൻ കിട്ടണം എന്ത് ചെയ്യണം? യെസ്, വെലോസിറ്റി നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ d/dt ഓഫ് വെലോസിറ്റി എന്താണ്? 3i ക്യാപ് മൈനസ് 4t j ക്യാപ് ആണല്ലേ? സോ 3i ക്യാപ് മൈനസ് 4t j ക്യാപ് ആണ്. നേരെ നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് ടേമിൽ കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് നോക്കേണ്ട ആവശ്യമില്ല. ബാക്കി അവിടെ മൈനസ് 4t j ക്യാപ് ആണല്ലേ? സോ 4 കോൺസ്റ്റന്റ് ആണ്. ഔട്ട് സൈഡ് എടുക്കാം. ബാക്കി dt/dt 1 ആയി. സോ എത്ര വരും? മൈനസ് 4 j ക്യാപ് വരും. സോ നമ്മൾ ആക്സിലറേഷൻ എത്ര കിട്ടി? മൈനസ് 4 j ക്യാപ് എന്ന് കിട്ടി. മൈനസ് 4 j ക്യാപ് എന്ന് നമുക്ക് കിട്ടി കഴിഞ്ഞു. സോ ആക്സിലറേഷൻ കിട്ടിയില്ലേ? ഒരു സംശയമില്ലല്ലോ. സോ നമുക്ക് എന്ത് കിട്ടി? വെലോസിറ്റിയും കിട്ടി, ആക്സിലറേഷൻ കിട്ടി. അടുത്ത കാരണം വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ അറ്റ് 2 സെക്കൻഡ് ആണല്ലേ? സോ ടൈം എന്തായിരിക്കണം? 2 സെക്കൻഡ് ആയിരിക്കണം അല്ലെ? നമുക്ക് എന്താണ് എടുക്കേണ്ട? വെലോസിറ്റി അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എടുക്കാം. എന്താ? 3i ക്യാപ് മൈനസ് 4t j ക്യാപ് ആണല്ലേ? സോ എന്ത് വരണം? വെലോസിറ്റി എന്താണ്? 3i ക്യാപ് മൈനസ് 4t j ക്യാപ് ആണ്. t എത്രയായിരുന്നു? 2 സെക്കൻഡ് ആണ്. നേരെ കൊടുക്കുക. 3i ക്യാപ് മൈനസ്
4 into t എത്രയാടാ 2 ആണ് into j cap വരും എന്ന് വെച്ചാൽ എത്ര വരിക 3i cap minus 8 j cap വരും. ഇതാണ് നമ്മുടെ എന്ത് വെലോസിറ്റിയുടെ വെക്റ്റർ ഫോം എന്ന് പറയുന്നത് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സോ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കാം അല്ലേ. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്താ റൂട്ട് ഓഫ് അല്ലെ എന്താ പഠിച്ചത് നമ്മള് ax സ്ക്വയർ പ്ലസ് ay സ്ക്വയർ ആണ്. സോ x എത്രയാണ് 3 ആണല്ലേ. സോ 3 ന്റെ സ്ക്വയർ പ്ലസ് 8 ന്റെ സ്ക്വയർ അല്ലേ എന്ത് വരും റൂട്ട് ഓഫ് 3 സ്ക്വയർ എത്രയാണ് 9 ആണ്. 8 ന്റെ സ്ക്വയർ എത്രയാണ് എത്രയാ 8 ന്റെ സ്ക്വയർ എത്രയാ യെസ് 64 ആണ്. സോ എത്രയാണ് വരിക യെസ് റൂട്ട് 73 മീറ്റർ പെർ സെക്കൻഡ്. റൂട്ട് 73 എത്രയാണോ അത് നിങ്ങൾ എന്ത് ചെയ്യുക കണ്ടുപിടിക്കുക. സോ റൂട്ട് 73 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. ക്ലിയർ അല്ലേ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ. സോ ഇതാണ് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യെസ്. അപ്പം എന്ത് ചെയ്യാം നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് മൂവ് ചെയ്യാം. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. an aircraft is flying at a height of എത്രയാടാ 3400 meter above the ground if the angle subtended at a ground observation point by the aircraft position 10 second apart is 30 degree ആണല്ലേ. സോ 10 സെക്കൻഡ് എത്ര ഡിഗ്രി മൂവ് ചെയ്തു യെസ് 30 ഡിഗ്രി ആംഗിൾ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക ഇതിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റുക. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദി എയർക്രാഫ്റ്റ് എന്താ വെച്ചാൽ നമ്മളെ ആ ഒരു എയർക്രാഫ്റ്റിന്റെ സ്പീഡാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. യെസ് ഓക്കെ. സോ നമ്മൾ എന്ത് ചെയ്യാം നോക്കിയേ യെസ് നമ്മളുടെ ഗ്രൗണ്ടിൽ നിന്ന് ആ ഒരു എയർക്രാഫ്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാ ഗ്രൗണ്ടിൽ നിന്ന് ആ എയർക്രാഫ്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ് 3400 മീറ്റർ ആണ്. ക്ലിയർ അല്ലേ. 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു അത് കുറച്ച് മുന്നോട്ട് മൂവ് ചെയ്യണ്ടോ അല്ലേ. സോ അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ആംഗിൾ എത്രയാണ് 30 ഡിഗ്രി ആണ് നമുക്കറിയാം. ക്ലിയർ അല്ലേ. എത്ര സെക്കൻഡ് കൊണ്ടാണ് 10 സെക്കൻഡ് കൊണ്ടാണ്. ക്ലിയർ അല്ലേ. ജസ്റ്റ് എന്ത് ചെയ്യാന്ന് ഞാനിവിടെ കുറച്ച് മാർക്കിങ്സ് കൊടുക്കുകയാണ് OAB എന്ന് കൊടുക്കുകയാണ്. ക്ലിയർ. സോ കണ്ടുപിടിക്കണം. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ഈ ഒരു ഡിസ്റ്റൻസ് അല്ലെ ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യാം അവിടെ ഉണ്ടാകുന്ന സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ കണ്ടുപിടിക്കാൻ എന്താ വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദി എയർക്രാഫ്റ്റ് അല്ലെ. കാരണം എന്താ ഇവിടുന്ന് എയിൽ നിന്ന് എയർക്രാഫ്റ്റിന് ബിയിലേക്ക് എത്താൻ എടുക്കുന്ന സമയം എത്രയായിരുന്നു 10 സെക്കൻഡ് ആയിരുന്നു അല്ലെ. അങ്ങനെ അവിടെ ഉണ്ടായ സമയം നമുക്ക് അറിയാമെങ്കിൽ അവിടെ ഡിസ്റ്റൻസ് കൂടി നമുക്ക് കിട്ടിയാൽ എന്ത് ചെയ്യാം സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം സ്പീഡിലേക്ക് എത്താം. ക്ലിയർ അല്ലേ. സോ നമ്മൾ കണ്ടുപിടിക്കാൻ പോകാൻ നോക്കിയോ ആ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. നമ്മൾ എന്താ കണ്ടുപിടിക്കണം യെസ് നമ്മൾ എന്ത് ചെയ്യാണ് നമ്മൾ tan 30 കണ്ടുപിടിക്കാൻ പോവാണ്. എത്രയാണ് tan 30. tan 30 എന്ന് പറഞ്ഞാൽ ആരാ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ് ആണല്ലേ. സോ 30യുടെ ഓപ്പോസിറ്റ് സൈഡ് ആരാ AB ആണ് ബൈ അഡ്ജസ്റ്റന്റ് ആരാ AO ആണ്. ക്ലിയർ അല്ലേ. എയുടെ വാല്യൂ നമുക്ക് അറിയാലോ. അങ്ങനെയാണെങ്കിൽ AB ഈക്വൽ നമുക്ക് എന്താ അറിയാം AO into tan 30 എന്ന് പറയാം. AO എത്രയാ 3400 ആണ്. tan 30 എത്രയാണ് tan 30 എത്രയാ മക്കളെ 1/√3 ആണ്. 1/√3 വരും. ക്ലിയർ അല്ലേ. 1/√3 വരും. √3യുടെ വാല്യൂ എത്രയാ 1.732 ആണ്. ഓക്കെ നോക്കിക്കോ 3400 ബൈ എന്ത് വരും √3 എന്ന് വെച്ചാൽ 1.732. ക്ലിയർ. ഒരു സംശയമില്ലല്ലോ. സോ ഇതാണ് നമുക്ക് എന്ത് കിട്ടിയത് AB എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എന്ത് ചെയ്യാം ഇവിടെ അങ്ങോട്ട് വെക്കാം. ക്ലിയർ അല്ലേ. നമുക്ക് അതിന്റെ സ്പീഡ് അല്ല വേണ്ടത് അല്ലേ. സോ സ്പീഡ് ഈക്വൽ നമുക്ക് എന്ത് പറയാം ഡിസ്റ്റൻസ് ബൈ ടൈം. നമുക്ക് ഡിസ്റ്റൻസ് അറിയാം നോക്കിയേ എത്രയാ 3400 ബൈ 1.732 ആണല്ലേ. 3400 ബൈ എന്ത് വരും 1.732 ആണ്. ക്ലിയർ അല്ലേ. ബൈ ടൈം അല്ലേ. സോ ബൈ ടൈം ആണല്ലേ. സോ ബൈ ടൈം എത്രയാ 10 സെക്കൻഡ് ആണ്. ബൈ 10 കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം ഒരു 0 ക്യാൻസൽ ചെയ്യാം. ബാക്കി ഇവിടെ എന്ത് വന്നു 340 ബൈ 1.732 എന്ന് വെച്ചാൽ എത്ര കിട്ടും അറിയാം നിങ്ങൾക്ക് 196.30 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. എത്ര കിട്ടിയത് 196.30 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് നമ്മൾ എന്ത് വരിക ഈ ഒരു ആൻസർ വരിക. ക്ലിയർ അല്ലേ. സോ ഇത്രയും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ പക്കയാണ് നമുക്ക് എന്ത് ചെയ്യാം യെസ് നമുക്ക് എന്ത് ചെയ്യണം ഇതുപോലത്തെ ഒരുപാട് ചാപ്റ്റേഴ്സിലെ NCERT ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വരേണ്ടതുണ്ട്. സോ അതുവരേക്കും എല്ലാവർക്കും ബൈ.